ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. പരിശുദ്ധനായ തോമാസ് ലീഹ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷമാണ്. യേശുവിനെ, മുറിവേറ്റ യേശുവിനെ കരങ്ങളിലും കാലുകളിലും വിലാവിലും മുറിവുമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ തോമാസ് ലീഹ യേശുവിൻ്റെ മുറിവിനെ കണ്ടുകൊണ്ട്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു എൻ്റെ കർത്താവാണ്, ദൈവമാണ് എന്ന് കാണാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കാൻ യേശു എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി മാറുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ, ബൈബിൾ പരിശോധിക്കുമ്പോൾ, രോഗത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന, പിശാചിൻ്റെ അടിമ നുഖത്തിൽ കിടക്കുന്ന അനേകം വ്യക്തികൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി തീർന്നു കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അനേകം രോഗികൾ യേശു കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ അനേകം രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 55-56 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ടുവന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. യേശുവിൻ്റെ അരികിൽ അനേകം രോഗികൾ, ഇവിടെ വചനം പറയുകയാണ്, അനേകം രോഗികളെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലും പട്ടണങ്ങളിലും കുടിലുകളിലും അവൻ ചെന്നിടത്തൊക്കെയും, വചനം പറയുകയാണ്, അവർ ചന്തകളിൽ പോലും രോഗികളെ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊഴാൻ അപേക്ഷിച്ചും കൊണ്ട് അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. ഈ ജനമൊക്കെയും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അരികിൽ ഇങ്ങനെ തിങ്ങിക്കൂടാൻ കാരണം? ഇവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഇവൻ രോഗങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന രക്ഷകനാണ്, കർത്താവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? യേശു എൻ്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണ്. എൻ്റെ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണ്. യേശു എൻ്റെ മാറാ രോഗങ്ങൾ പൂർണ്ണമായും മാറ്റിത്തരുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡോക്ടർമാർ പറയുന്നത് വിശ്വസിക്കും, വൈദ്യശാസ്ത്രം പറയും നമ്മൾ 100% വിശ്വസിക്കും. എന്നാൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കുമ്പോൾ, ഡോക്ടർമാർ ഉപേക്ഷിക്കുമ്പോൾ, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതുമ്പോഴാണ് പലരും യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നത്, യേശുവിനെ ആശ്രയിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ മരുന്നുണ്ടാക്കിയതും വൈദ്യനെ സൃഷ്ടിച്ചതും ഡോക്ടറെ സൃഷ്ടിച്ചതും ദൈവമാണ്. എന്നാൽ ഈ ഡോക്ടർമാർ, വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു മനോഭാവമാണ് നമ്മുടെ മനോഭാവം. ഇവിടെ അനേകം രോഗികൾ അവരെ എടുത്തും കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി എന്ന് വിചാരിച്ച് യേശുവിൻ്റെ അരികിൽ അനേകം രോഗികളെ കൊണ്ടുവരികയാണ്. അവിടെ വചനം പറയുകയാണ്, അവൻ സകല രോഗികൾക്കും സൗഖ്യം നൽകി. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ അവിടെ
യേശുവിൻ്റെ അരികിൽ തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്കോസ് രക്ഷാസുവിശേഷം 5-ാം അധ്യായം 15 മുതൽ വാക്യം പരിശോധിക്കുമ്പോൾ, എന്നാൽ അവനെക്കുറിച്ച് വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയും യഹൂദിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. യേശുവിനോടുകൂടെ സൗഖ്യം നൽകുവാൻ, വിടുതൽ നൽകുവാനുള്ള ശക്തി അവനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന അനേകം പേര് അനേകം ദേശങ്ങളിൽ നിന്ന്, അനേക ഊരുകളിൽ നിന്ന് യേശുവിനെ തേടി യേശുവിൻ്റെ അരികിൽ വരുമായിരുന്നു. അവിടെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ചൊരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ട് അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. ഇത് കഫർന്നഹൂമിൽ നടക്കുന്നൊരു സംഭവമാണ്. അവിടെ പല ദേശങ്ങളിൽ നിന്ന്, പല ഗ്രാമങ്ങളിൽ നിന്ന്, ഊരുകളിൽ നിന്ന് അനേകം പുരുഷാരം ഇവൻ്റെ അരികിൽ വന്ന് തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കാരണം സൗഖ്യമാക്കാനുള്ള ശക്തി ഇവനിലുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഇവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അനേകം പേര് അനേക രോഗികളുമായിട്ട് വരിക. ആ സമയത്താണ് 4 ആൾ കൂടി പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട്, കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വരിക. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു ഇരിക്കുന്ന ഭവനത്തിലേക്ക് കയറാൻ കഴിയാതെ വന്നപ്പോൾ അതിനും പറയുകയാണ്, പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുവരാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചു. ഈ തളർന്നു കിടക്കുന്ന രോഗിയെ 4 പേർ കൂടി ചുമന്നുകൊണ്ട് വരണമെങ്കിൽ ആ 4 പേർക്ക് യേശു ആരാണെന്ന് വ്യക്തിപരമായി അറിയാമായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയാണ് യേശുവിൽ നിന്ന് സൗഖ്യത്തിനായി, സന്തോഷത്തിനായി, സമാധാനത്തിനായി യേശുവിനെ അന്വേഷിക്കുക. ഇവിടെ ഈ തളർന്നെടുക്കുന്ന രോഗി, അവന് യേശുവിനെ അന്വേഷിക്കാനോ കണ്ടെത്താനോ അവന് സാധ്യമല്ല. കാരണം അവൻ തളർന്നെടുക്കുക. എന്നാൽ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച, യേശുക്രിസ്തു മുഖാന്തരം സമാധാനവും സന്തോഷവും അനുഭവിച്ച 4 ആൾ ഒരു രോഗിയെ ചുമക്കാൻ തയ്യാറായി. ഇവിടെ വ്യക്തിപരമായി യേശുവിനെ അറിയുന്ന വ്യക്തി യേശുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലും. ഇനി യേശുവിൽ നിന്ന് വ്യക്തിപരമായി സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഭവിച്ചൊരു വ്യക്തി അനേകം രോഗികളെ, അനേകം ബന്ധനത്തിൽ കിടക്കുന്നവരെ, അനേകം കെട്ടപ്പെട്ടവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. ഇവിടെ നമ്മൾ ആദ്യം കണ്ടു, പല ഊരുകളിൽ നിന്ന്, ചന്തകളിൽ പോലും യേശു ഉണ്ടെന്നുള്ള ശ്രുതി പരന്ന് അനേകം രോഗികളെ കിടക്കമേൽ വഴിയരികിൽ കിടത്തുമായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ മതി എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ യേശുവിൻ്റെ അരികിലേക്ക് അനേകം രോഗികളെ കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ രോഗത്തിന് സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചാൽ നാം യേശുവിനെ ആശ്രയിക്കും. എൻ്റെ കർത്താവ്, എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകി, ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അനേകം രോഗികളെ യേശുവിൻ്റെ അരികിലേക്ക് സൗഖ്യനായകനായ, സമാധാന പ്രഭുവായ, സത്യദൈവമായ യേശുവിൻ്റെ അരികിലേക്ക് അനേകം വ്യക്തികളെ കൊണ്ടുവരും. ഇവർ 4 ആൾ കൂടി വളരെ ത്യാഗം സഹിച്ചിട്ടാണ് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നത്. കാരണം കട്ടിലോടുകൂടി ഈ മനുഷ്യനെ ചുമക്കുകയാണ്. ഭവനത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ വന്നപ്പോൾ ഭവനത്തിൻ്റെ മുകളിൽ കയറി, പുരയുടെ മുകളിൽ കയറി ഓട് മാറ്റി ഈ തളർവാദ രോഗിയെ കട്ടിലോടുകൂടി യേശുവിൻ്റെ അരികിലേക്ക് ഇറക്കി വയ്ക്കുക. എത്രമാത്രം ത്യാഗമാണ് ഈ 4 പേർ എടുക്കുന്നത്! എന്തുകൊണ്ടാണ് ഇത്രമാത്രം ത്യാഗം സഹിച്ച് ഇവർ യേശുവിൻ്റെ അരികിലേക്ക് ഈ തളർവാദ രോഗിയെ കൊണ്ടുവരാൻ കാരണം? ഇവർക്കറിയാം യേശു സൗഖ്യം നൽകുന്ന കർത്താവാണ്, അവൻ സൗഖ്യം നൽകുന്ന ദൈവമാണ്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പുരുഷാരത്തെ കണ്ടുകൊണ്ടോ അവിടുത്തെ തിക്കും തിരക്കും കണ്ടുകൊണ്ടോ അവർ തിരിച്ചു പോകാതെ ഏത് വിധേനയും യേശുവിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചു. അവിടെ വചനം പറയുകയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഈ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്, രോഗക്കിടക്കിൽ കിടക്കുന്ന രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട്. കാരണം അവർക്ക് അറിയാം യേശു അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവമാണ്, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ സൗഖ്യം നൽകുന്ന കർത്താവാണ്. ആ വ്യക്തമായ ബോധ്യം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് അനുഭവമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന്
ഈവനെ ചുമക്കാൻ തയ്യാറായപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് യേശു തളവാത രോഗിക്ക് സൗഖ്യം നൽകിയ. അതിനെ പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് മനുഷ്യ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ പാപങ്ങൾ മോചിച്ച് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. ഇവിടെ യേശു മനുഷ്യ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ സാക്ഷാൽ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. പാപം മൂലമുള്ള രോഗം മാറാൻ ഒരേ ഒരു വഴിയുള്ളൂ, പാപമോചനം. ഇന്ന് പലപ്പോഴും നമ്മൾ ചികിത്സിച്ച് മടുക്കുന്ന, മരുന്ന് കഴിച്ച് മടുക്കുന്ന അനേക വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും ഒരു രോഗം മാറുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയണം. ഇവിടെ ഈ മനുഷ്യനോട് മനുഷ്യ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു പറഞ്ഞ നിമിഷം അവൻ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് തന്നെ ചുമന്നുകൊണ്ടെന്ന കട്ടിലും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് യാത്രയായി. അവന് സൗഖ്യം ലഭിക്കാൻ കാരണം പാപമോചനമായിരുന്നുവെങ്കിൽ അവൻ്റെ രോഗത്തിൻ്റെ കാരണം പാപമായിരുന്നു. പാപം മൂലമുള്ള രോഗം മാറാൻ എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ചികിത്സിച്ചാലും, എത്ര വലിയ ഡോക്ടർമാർ ചികിത്സിച്ചാലും, എത്ര വലിയ ഹോസ്പിറ്റൽ ചികിത്സിച്ചാലും രോഗം മാറുകയില്ല. പാപം മൂലമുള്ള രോഗം മാറാൻ ഒറ്റ വഴിയുള്ളൂ, പാപമോചനം. ഇവിടെ കർത്താവ് പാപമോചനം നൽകിയപ്പോൾ അവന് രോഗസൗഖ്യം ലഭിച്ചു. അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുന്നത്. ഒന്ന്, ഞാൻ പാപങ്ങൾ മോചിക്കാൻ, പാപമോചനം നൽകാൻ കഴിയുന്ന ദൈവമാണ് എന്ന് യേശുക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തുക. അതുമാത്രമല്ല, പാപമോചനത്തിലൂടെ രോഗസൗഖ്യം നൽകാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് ഇവിടെ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നും മനുഷ്യനെ ആശ്രയിക്കുന്ന, വൈദ്യശാസ്ത്രത്തെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികൾ പരിശോധിക്കണം. ഞാൻ ചികിത്സിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും എത്ര വർഷം മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ എൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപമാണോ? ഞാൻ ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിനെതിരായി, എൻ്റെ സഹജീവികൾക്കെതിരായി ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ, അതേ രോഗസൗഖ്യങ്ങൾ ഇന്നും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ജീവിതത്തിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. മരിക്കുന്നത് വരെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഏതാനും ദിവസം മാത്രമേ, ഏതാനും മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം രോഗത്തിന് സൗഖ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് പാപമോചനം പ്രാപിക്കുമ്പോൾ അതിലൂടെ രോഗസൗഖ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം പ്രാപിക്കാൻ, അതിലൂടെ രോഗസൗഖ്യം പ്രാപിക്കാൻ തളവാത രോഗിക്ക് കർത്താവ് സൗഖ്യം നൽകിയതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രോഗത്തിൻ്റെ ബന്ധനത്തിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ, പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക് മനുഷ്യൻ നടക്കുമ്പോൾ ആ നിത്യരക്ഷ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, പാപത്തിൻ്റെ അടിമനുഭവത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടു നൽകുവാൻ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിനെ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്തു പോയ പാപം മൂലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല രോഗങ്ങളിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകുന്ന, വിട നൽകുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ അനേകം രോഗികൾ യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ അവർ പാപമോചനവും രോഗസൗഖ്യവും പ്രാപിച്ചു. നമുക്കറിയാം,
മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നടന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അതിൻ്റെ മർക്കോസ് 5:28-29 വാക്കിൽ പറയുന്നു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പിറകെ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവരുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥതയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ടു. എന്തുകൊണ്ടാണ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടാൻ കാരണം? ഇവൾ വിശ്വസിച്ചു. യേശുവിനെ തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. ഇന്ന് പലപ്പോഴും ഈ ഒരു വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ? യേശുവിനെ തൊട്ടാൽ, യേശു എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ട്, കാരണം യേശു സൗഖ്യം നൽകുന്ന ദൈവമാണ്. ആ ഒരു ഉറപ്പും ധൈര്യവും കൊണ്ട് വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസത്തെ പ്രതി ആ വ്യക്തി കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഒരു അന്ധനായ മനുഷ്യൻ യേശുവിനെ പിന്നാലെ നടന്ന് നിലവിളിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, മർക്കോസിന് സുവിശേഷം 5:25 പറയുന്നു, പിന്നെയും അവൻ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. ജന്മനാൽ കാഴ്ചയില്ലാത്ത അന്ധനായ ഒരു മനുഷ്യൻ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസത്തിൻ്റെ തികയിൽ നിന്ന് യേശുവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിളിച്ച് കരയുമ്പോൾ, അവൻ്റെ വിശ്വാസത്തെ പ്രതി കർത്താവിന് സൗഖ്യം നൽകി. കാരണം ഈ വിളിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ കണ്ണിന് സൗഖ്യം നൽകാൻ കഴിയുന്ന ദൈവമാണ് ഈ പോകുന്ന ഈ കർത്താവ് യേശു. ഈ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ യേശു എൻ്റെ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണ്. എൻ്റെ കണ്ണിന് കാഴ്ച നൽകാൻ, എൻ്റെ കേൾവിശക്തി എനിക്ക് തിരിച്ചു തരുവാൻ, എൻ്റെ നിർജ്ജീവമായ കോശങ്ങൾക്ക് ജീവൻ നൽകുവാൻ, എൻ്റെ നിർജ്ജീവമായ ശരീരത്തിന് ജീവൻ നൽകുവാൻ, എൻ്റെ നിർജ്ജീവമായ മനസ്സിന് ജീവൻ നൽകുവാൻ യേശു മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്. അവനെൻ്റെ പാപങ്ങളിൽ നിന്ന്, അവനെൻ്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന സത്യദൈവമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഇത് സിനഗോഗിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തു കൈ ശോഷിച്ച ഒരു മകന് സൗഖ്യം നൽകുന്നതാണ്. അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തിയപ്പോൾ യഹൂദന്മാർ ചോദിച്ചു, ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് വിഹിതമാണോ? ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് വിഹിതമല്ല എന്ന് യഹൂദന്മാർ വാദിക്കുമ്പോൾ, ഇതാ കർത്താവായ യേശുക്രിസ്തു ശാബത്തിനും ദൈവമാണെന്ന് തെളിയിക്കുക. അതായത് ദൈവം മനുഷ്യൻ നൽകിയ നിയമത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കൈ ശോഷിച്ച, കൈ വരണ്ട ഈ മനുഷ്യന് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് കർത്താവ് അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ നൽകുന്നത്. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം സംഭവിക്കും. അവർ എൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ആരുടെ ജീവിതത്തിലാണ് രോഗസൗഖ്യം എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നവരോട് കൂടെയാണ് അത്ഭുതം, വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് രോഗസൗഖ്യം. യേശു എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരൻ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും.
വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന, ഒരു വ്യക്തിയുടെ വിശ്വാസത്തോടൊരു പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. അപ്പോൾ ഒരു രോഗി എൻ്റെ യേശു എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിച്ചും കൊണ്ട് ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിയെ കർത്താവ് രക്ഷിക്കുമെന്ന് കർത്താവിന് വചനം പറയാം. കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ക്ഷമിക്കും. വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് നിലവിളിക്കുമ്പോഴാണ് രോഗസൗഖ്യം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രോഗക്കിടക്കയിൽ കിടക്കുന്നുവെങ്കിൽ, തളർന്നു കിടക്കുന്ന, മാനസികമായി ശാരീരികമായി തളർന്നു കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, എൻ്റെ യേശു എന്നെ സൗഖ്യം നൽകാൻ, എന്നെ എഴുന്നേൽപ്പിക്കാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി രോഗക്കിടക്കയിൽ കിടക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു എൻ്റെ രോഗക്കിടക്ക മാറ്റി വിരിക്കുന്നവനാണ്, അവൻ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകുന്നവനാണ് എന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം സൗഖ്യമാണ്. മരുന്ന് കഴിച്ച് മടുത്തുപോയ, ചികിത്സിച്ച് മടുത്തുപോയ, മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും രോഗം മാറാതെ നിരാശയോടെ ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതാ നിൻ്റെ നിരാശ മാറ്റി സൗഖ്യം നൽകുന്ന കർത്താവ് നിൻ്റെ തൊട്ടരികിലുണ്ട്. യേശു എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകുന്ന, എൻ്റെ മാറാ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന, എൻ്റെ തളർന്ന അസ്ഥികൾക്ക്, തളർന്ന ശരീരത്തിന് ജീവൻ നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം സൗഖ്യമാണ്. യോഹന്നാൻ 10:10 കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകണം, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ജീവൻ നൽകുവാൻ. നിർജ്ജീവമായ ആത്മാവിന്, നിർജ്ജീവമായ മനസ്സിന്, നിർജ്ജീവമായ ശരീരത്തിന്, നിർജ്ജീവമായ കോശങ്ങൾക്ക്, ഞരമ്പുകൾക്ക്, അസ്ഥികൾക്ക്, മാംസപേശികൾക്ക് ജീവൻ നൽകുവാൻ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ യേശുവിനെ കർത്താവായ ദൈവമായി വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് പാപമോചനവും രോഗസൗഖ്യമുണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തികൾക്ക് ആ നിമിഷം സൗഖ്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ ദൈവത്തിൽ നിന്ന് യേശുവിനെ നമുക്ക് വിളിക്കാം. രോഗത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ യേശുവിനെ നമുക്ക് വിളിക്കാം. യേശുവേ, അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്, അവിടുന്ന് എൻ്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണ്, എൻ്റെ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകാൻ കഴിയുന്ന സത്യദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ആ വ്യക്തികൾക്ക് യേശുക്രിസ്തു മുഖാന്തരം സൗഖ്യവും വിടുതലുമുണ്ട്. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ്റെ എൻ്റെ രോഗക്കിടക്കയിൽ അവനുണ്ട്. എൻ്റെ അരികത്ത്, എൻ്റെ ചാരത്ത് എൻ്റെ കർത്താവുണ്ട്. അവൻ എന്നെ തൊട്ടാൽ, ആ യേശു എന്നെ തൊട്ടാൽ, ആ യേശുവിനെ ഞാൻ വിശ്വാസത്തിൻ്റെ കരം നീട്ടി തൊട്ടാൽ എനിക്ക് സൗഖ്യമാണ് എന്ന് ആര് വിശ്വസിക്കുന്നോ അവർക്ക് സൗഖ്യമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് യേശുവിനെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങയെ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ കർത്താവ് ഇപ്പോൾ അവിടുന്ന് സൗഖ്യം നൽകിയ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നിർജ്ജീവമായ കോശങ്ങൾ, നിർജ്ജീവമായ ഞരമ്പുകൾ, നിർജ്ജീവമായ ശരീരം, നിർജ്ജീവമായ മാംസപേശികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ ജീവനുണ്ടാകട്ടെ. ഞാൻ വന്നിരിക്കുന്ന ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്ന വചനത്തെ യോഗ്യതയാൽ നിർജ്ജീവമായ മനസ്സ് ജീവൻ പ്രാപിക്കട്ടെ, നിർജ്ജീവമായ ശരീരം ജീവൻ പ്രാപിക്കട്ടെ, നിർജ്ജീവമായ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകം നാളുകളായി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് മടുത്തുപോയ ആരെങ്കിലും നിരാശയോടെ ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും രോഗസൗഖ്യവും നൽകി യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധിയാമേ ദൈവമാതാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമാരെ പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. But